ലിറ്റിൽ ട്രാവലർ മെല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇത് നമ്മളെ കോഴിക്കോട് പ്ലാനറ്റേറിയം ആണ്. പ്ലാനറ്റേറിയത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു പഠന കേന്ദ്രമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് വന്ന് ഇവിടെ കാണാനുള്ളതും പഠിക്കാനുള്ളതൊക്കെ ഒരു പഠന കേന്ദ്രമാണ്. പക്ഷേ അല്ലാതെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി വരാം. ഞാൻ ആ ഒരു രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്നാൽ ഇവിടെ വലത്തെ സൈഡിലായിട്ട് ആദ്യം തന്നെ നമുക്ക് ഐസക് ന്യൂട്ടൻ്റെ പ്രതിമ കാണാം. ഐസക് ന്യൂട്ടനെ അറിയാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. കയ്യിൽ ആപ്പിളും ഉണ്ട്. ഈ ഒരു പ്രതിമ, ഈ ഒരു ദിനോസറിൻ്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ദിനോസറിൻ്റെ ഒരു മോഡലാണ് ഇത്. അതങ്ങനെ കളിക്കുന്നതല്ല, അതിവിടെ പിടിച്ച് താത്തുന്നതാ. ഞാൻ അങ്ങോട്ട് പോയാൽ ഇപ്പം കാണിച്ചു തരാം. നമ്മളെ ഇഷമോൾ ഇവിടെ ഒരു കാറ് പൊന്തിക്കുന്നുണ്ട്. അവിടെ 800 ഉണ്ട്. അത് നമുക്കിവിടെ ഈ ഒരു ലിവർ പിടിച്ച് താത്തിയാൽ, ഈ ഒരു ചെയിന് പിടിച്ച് താത്തിയാൽ അത് പൊന്തിക്കാൻ പറ്റും. കാറ് പൊന്തിക്കാൻ കഴിയും. നേശ കുറച്ച് താത്തി കൊടുക്ക്. ആ തലക്കലത്ത് അതാണ് വെയിറ്റ് ഇല്ലാതൊക്കെ. അതന്നെ. നെഷു അതാ പൊന്തിക്കുന്നത് കാറ്. പൊങ്ങിയല്ലോ. പൊന്തിച്ചോ. ഇഷമോളയുടെ ഓള് കുഞ്ഞാലാടാൻ പോയില്ലേ. നെഷു ആണ് കേട്ടോ കാറ് പൊന്തിക്കുന്നത്. എന്ത് ആടാനോ? എന്നാവാ ഒന്നോ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡോൾഫിൻ്റെ ഒരു പ്രതിമ കാണിച്ചത്. എന്താടാ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നല്ലൊരു എൻ്റർടൈൻമെൻറ്റിനും കൂടി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഇവിടെ വെയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഉള്ളിൽ നല്ല തണൽ കിട്ടും. കംപ്ലീറ്റ് മരങ്ങൾ, നല്ല കവർ ചെയ്ത് നിൽക്കുന്ന മരങ്ങളാണ്. നല്ല ചോലുള്ള തണുപ്പുള്ള സ്ഥലമാണ്. ശാസ്ത്രീയപരമായിട്ടുള്ള സംഭവം ആണെങ്കിൽ പോലും നമുക്കൊരു ടൈം പാസ് കിട്ടുന്ന, ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ പ്ലാനറ്റേറിയം ആകാശത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഷോ ഇവിടെ ഉണ്ട്. ആ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ടിക്കറ്റും കൂടെ നമുക്ക് കിട്ടും. അങ്ങനെ അതിന് കയറാം. ഷോൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം ഇതിൻ്റെ മുൻപൊക്കെ ഞങ്ങൾ കയറി കണ്ടതായതുകൊണ്ട് ഷോൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതാ ഈ ഭാഗത്തുള്ള ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കംപ്ലീറ്റ് കുറേ പല ഐറ്റംസ് ഉണ്ട്. ഒക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കുറേ വേറെ റൂമുകളിലുള്ള ഓരോ സെക്ഷനായിട്ടുള്ള വേറെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. വെയിറ്റ് നോക്കുന്ന മെഷീന് പല സ്ഥലത്തും കാണാറില്ല. എന്നാൽ ഇവിടെ ഒരു വെറൈറ്റി ഒരു വെയിറ്റ് നോക്കുന്ന മെഷീനുണ്ട്. അതായത് പല ഗ്രഹങ്ങളിലും നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അല്ല, ഈ മോണിറ്ററിൽ നമുക്ക് കാണാം
ഇതിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം അല്ലേ. സൂര്യനിൽ എത്ര വെയിറ്റ് ഉണ്ടാവും നോക്കാം എനിക്ക്. എത്ര ഇത് എർത്ത്, വെയിറ്റ് ഓഫ് എർത്ത്, എർത്തിൻ്റെ വെയിറ്റ് ആണ്. അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാനറ്റിലെ വെയിറ്റ് നമുക്ക് ഇവിടെ കാണാം. മാർസിൽ എത്ര ഉണ്ടാവും? ചൊവ്വയിൽ പോയാൽ എനിക്ക് 25 കിലോനെ ഉള്ളൂ അല്ലേ. ചന്ദ്രനിൽ എത്ര ഉണ്ട്? 11 കിലോ. എത്ര ഉള്ളൂ? ഇതിൽ മിന്നി കളിക്കാനല്ല. അങ്ങനെ നമുക്ക് പല ഗ്രഹങ്ങളിലെ വെയിറ്റ് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉൾവശത്തേക്ക് കയറാണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഫൺ സയൻസിൻ്റെ ഒരു റൂമുണ്ട്, ഇതിൽ കയറാം. ഇതാണ് ഇവിടുത്തെ ആണി കൊണ്ടുണ്ടാക്കിയ കിടക്കട്ടോ. ഇതിൽ കംപ്ലീറ്റ് ആണികളാണ്. ഒരുപാട് ആണികൾ പിന്നെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഉണ്ടാക്കിയ ബെഡാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ഒന്നും ചെയ്താലൊന്നും ഒരു പ്രശ്നവും വരില്ല. ശേഷം ഒന്ന് ഇരിക്കി, ഒന്ന് കാണിച്ചെടുക്ക്. നല്ല ഇരുന്നു കേട്ടോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഒരു ബോൾ നമുക്ക് എയറിലാക്കി കാണിച്ചത്. ഇവിടെ ഉണ്ട് ബട്ടൺ, മോട്ടറിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയറിലേക്ക്. ഇപ്പോൾ കംപ്ലീറ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു കേട്ടോ, കാരണം അത്രയും ടൈം എടുക്കും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഓരോന്നോരോന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിൻ്റെ ഒരു സംഭവമുണ്ട്. ഈ 3 കളറുള്ള ലിക്വിഡാണ്. യെല്ലോ, ഇത് കളറില്ലാത്ത ഇങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ടില്ല. ഇത് 3 നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ കളറിൽ തന്നെ വരും. അപ്പോൾ ഇത് കറക്റ്റിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളർ തമ്മിൽ മിക്സ് ആവില്ല, ആ സെയിം കളറായിട്ട് തന്നെ തിരിച്ചു വരും. കണ്ടോ, വീണ്ടും മുഖത്തേൽ യെല്ലോ തന്നെയായി, താഴത്ത് ഇത് റിട്ടേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ ഡാർക്ക് ഇതിൽ തന്നെ എത്തി, മിക്സ് ആവാത്ത ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ടേബിളും ചെയറും ഉണ്ടാക്കൽ നമ്മൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൈറ്റിലാണല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് വലിയൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു ടേബിളാണ് ഇത്. അപ്പോൾ ഈ ചെയറിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ചെയറിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര മാത്രം ഈ ഒരു കൗത്തിൻ്റെ ഒരു ഇതിലാണ് നമുക്ക് ടേബിൾ കിട്ടുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടും എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ടേബിളാണ്. ഇതപ്പോൾ നമുക്ക് മിറർ മാജിക്കിൽ കാണാം. ചെറിയൊരു കോർണറിൽ ഇങ്ങനെ 2 പീസ് കണ്ണാടി വെച്ചതാണ്. പക്ഷെ നമുക്ക് ഇതിലെത്തിക്കഴിഞ്ഞാൽ റൗണ്ടിൽ ഒരു ടേബിൾ പോലെ റൗണ്ടിൽ ആളെ കാണാം. ഒക്കെ നമ്മൾ തന്നെയാണ്. കുത്തിപ്പോണോ ഒന്ന് നോക്കുന്ന നേരം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഇത് അവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പം അതെടുക്കാൻ പോവാണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, കണ്ണാടിമ തട്ടിയിട്ട് ഓയ്.
നേരത്തെ കണ്ടില്ലായിരുന്നു വെയിറ്റ് നോക്കുന്ന ഒരു മെഷീന്. അതിൻ്റെ വേറൊരു മോഡൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കയറി നിന്നാൽ തന്നെ ഓരോ ഗ്രഹങ്ങളെയും വെയിറ്റ് ഇവിടെ കാണാം. അവിടെ പ്രത്യേകം സെലക്ട് ചെയ്ത ടൈപ്പ് കണ്ടില്ല, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ജൂപ്പിറ്ററിലൊക്കെ 125 കിലോമീറ്റർ 125 കിലോ ഉണ്ട്. എർത്തിൽ എത്ര? നാളെ ഓഷ്യൻ. അപ്പോൾ ഓഷ്യൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് കയറി നോക്കാം. കടലിന് ഉപ്പ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു രൂപമാണ് കേട്ടോ ഇത് പവിഴപ്പുറ്റുകൾ. എന്താ എവിടെ? വലിയ ആമകളുണ്ടല്ലോ അല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഇവിടെ നല്ലൊരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉച്ചക്കൊക്കെ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരമായി 5:30 മണിയായി. എന്നിട്ടും നമ്മൾ എല്ലാ സംഭവങ്ങളൊന്നും കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നോക്കിയിട്ടില്ല. അത്രയ്ക്ക് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. ബൈ.